ഫയർ ഫൈറ്റിന് സഹായിക്കുന്ന റോബോട്ടിക് സംവിധാനമാണ് നമുക്കിപ്പോൾ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് സംവിധാനമാണ് നമുക്ക് പുതുതായിട്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോബോട്ട് ഈ വാഹനത്തിലാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടാവും. ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതൊരു മാൻ ഓപ്പറേറ്റ് ചെയ്യണം, ഒരാൾ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി റോബോട്ടിക് സംവിധാനമാണ് നമ്മൾ ഈ വാഹനത്തിൽ വെച്ചിരിക്കുന്നത്. ഈ കൺട്രോൾ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റോബോയെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ മൂവ്മെൻ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ഓഫ് ചെയ്താ കുഴപ്പമില്ല, ഇറങ്ങോട്ടെ. ഇത് നമ്മൾ പ്രവർത്തിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ടാണ്. അതായത് നമ്മുടെ വാഹനമില്ലേ MTU മൊബൈൽ ടാങ്ക് യൂണിറ്റിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓസ് കണക്ട് ചെയ്ത് ഈ റോബോട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതായത് പമ്പിൽ നമ്മൾ മൊബൈൽ ടാങ്ക് യൂണിറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നു. ആ വെള്ളം ഇതിനകത്ത് വന്നിട്ട് ഫയർ സ്പോട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രയോജനം എന്ന് പറയുന്നത് ഇൻ കേസ് നമുക്ക് ഒരാൾക്ക് കടന്നു ചെല്ല് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഫയർ ഫൈറ്റ് ചെയ്യാം. ഓസിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇത് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നമുക്ക് ഇത് ഉപയോഗിച്ച് ഫയർ ഫൈറ്റ് ചെയ്യുന്നത്. ഇത് ക്യാമറയാണ് ഉള്ളത്. വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് നിലവിൽ നമുക്ക് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് നമ്മുടെ റോബോട്ടിക് ഫയർ സിസ്റ്റംസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഫിക്സഡ് മോണിറ്റർ ഉണ്ടാവും. ഈ മോണിറ്റർ വഴിയാണ് ഇതിലുള്ള വെള്ളം നമുക്ക് പുറത്തേക്ക് പോകുന്നത്. കൂടാതെ ഇതിനകത്ത് തന്നെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടാവും. ഈ സൈഡിൽ കാണുന്ന വാൽവ് എന്ന് പറയുന്ന കൂളിംഗ് സിസ്റ്റമാണ്. അതായത് ടെമ്പറേച്ചർ ഫയർ സ്പോട്ടിൽ നിന്നാൽ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തെ ഈ റോബോട്ടിക്കിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ ഒരു കൂളിംഗ് സിസ്റ്റം തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ക്യാമറ സൗകര്യം ഉണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയർ എന്താണ് അതെ ഈ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വഴി മാറ്റിയിട്ട് അടുത്ത വഴി കൂടെ പോകാൻ പറ്റും. നമുക്ക് ഇൻ കേസ് സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 45 ഡിഗ്രിയിൽ നമുക്കിത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇൻ കേസ് വേറെ ഒരു മൾട്ടി ലെവൽ ബിൽഡിങ്ങിലാണ് ഫയർ എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെയർ വഴി നമുക്കിതിനെ മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. വാട്ടറും ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ കൂടെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വാട്ടറും ഫോമും ഒരുപോലെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. പോപ്കോൺ തൊണ്ടൽ കുടുങ്ങി കുട്ടി മരിച്ചു, ക്യാൻഡി മിഠായിസ് തൊണ്ടൽ കുടുങ്ങി മരിച്ചു, റംബൂട്ടാൻ ഫ്രൂട്ട് തൊണ്ടൽ കുടുങ്ങി മരിച്ചു, ഈവൻ മുലപ്പാൽ വരെ തൊണ്ടൽ കുടുങ്ങി മരിച്ച വാർത്തകൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്താണ് ആക്ച്വലി ഇതിൻ്റെ പുറകിൽ സംഭവിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, മുലയൂട്ടുന്ന അമ്മമാരുണ്ടെങ്കിൽ പരമാവധി ഇരുന്ന് തന്നെ കുട്ടികൾക്ക് പാൽ കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് വയറൊന്ന് തുളത്ത് കുട്ടിയെ കിടത്തിയിട്ട് മുതിൽ തട്ടി ഗ്യാസ് കളഞ്ഞു വായിൽ പാൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കുട്ടിയെ ബെഡിൽ കിടത്തി ഉറക്കുക. അപ്പോൾ ആൾ പ്രോപ്പറായിട്ട് പ്രതികരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കണക്കാക്കാം ഇത് ചോക്കിംഗ് ആണെന്ന്. അങ്ങനെ ചോക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡായ സ്ലാപ്പ് ഇറ്റ് ഔട്ട് പരീക്ഷിക്കുന്നു. അതിനുവേണ്ടി ചെയ്യേണ്ടത് ആളുടെ ചെസ്റ്റിൽ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ മിഡിലായിട്ട് 5 വട്ടം ശക്തമായിട്ട് തന്നെ അടിക്കുക. അടിക്കുമ്പോൾ കൈയുടെ ഈ ഒരു പോർഷൻ ഹിറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. 1 2 3 4 5